ഇന്നലെ അവനവിടെ നെയ്യാറ്റിങ്കര വന്ന മോല് ഇതുവരെ അവൻ മിണ്ടിയിട്ടില്ല ആരോടും. അപ്പോഴേ എനിക്ക് മനസ്സിലായി അവനിവിടുന്ന് പിണങ്ങി വന്നതാണെന്ന്. ഞാൻ പറഞ്ഞടാ നീ എൻ്റെ കൂടെ വാ, ഞാനും കൂടെ വരാമെന്ന്. അവൻ വരത്തില്ല. എന്നാൽ അച്ഛനെ വിളിച്ച് ഞാൻ പറഞ്ഞു നമുക്ക് അവനെയും കൂട്ടി ഇങ്ങോട്ട് പോരാമെന്ന്. അച്ഛൻ പറയുന്നു മേലാൽ അവൻ്റെ ഒരു കാര്യത്തിലും അവൻ ഇടപെടത്തില്ലെന്ന്. എനിക്കാണെങ്കിലോ നിങ്ങളുടെ കാര്യം ഓർത്തിട്ട് വിഷമം കൊണ്ട് വയ്യ, നിൻ്റെ മക്കളെ. അതാ ഞാനിങ്ങോട്ട് വന്നത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതുകൊണ്ട് അങ്ങ് പിണങ്ങി നെയ്യാറ്റിങ്കര വന്നിരിക്കാൻ കൊച്ചു കുട്ടിയാകാനാണ്. 56 വയസ്സായില്ലേ? അവൻ പറയുന്ന അവനെ കുടിക്കാനൊന്നും പോയതല്ലെന്ന്, എന്തോ കപ്പയും മീനും കഴിക്കാനോ അങ്ങനെ അങ്ങോട്ട് പോയതെന്ന് അവൻ പറയുന്നത്. ആ പിന്നെ എന്നിട്ടാണല്ലോ ഫുൾ കുപ്പി കയ്യിൽ പിടിച്ചോട് താരാട്ട് പാടി കൊണ്ട് കിടന്നേ. അതൊന്നുമല്ല അവന് സങ്കടം. ഒരു ദിവസം മൊത്തം നിങ്ങൾ അവനെ ഇവിടെ പൂട്ടിയിട്ടില്ലേ, അതാ അവന് ഭയങ്കര സങ്കടമായി പോയത്. മോളെന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? പിടിച്ച് പൂട്ടിയിട്ടെങ്കിൽ നന്നായിപ്പോയി. അമ്മ സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഓരോ പ്രാവശ്യം ബാലു ഇങ്ങനെ ഓരോ കെണിയിൽ പോയി പെടുമ്പോൾ നമ്മളിങ്ങനെ പിടിച്ച് പൂട്ടിയിടണോണ്ടാ ബാലു ഇപ്പോൾ ജീവനോടെ ഇരിക്കണത്. ഒരു പരിധി ഉണ്ടല്ലോ എല്ലാത്തിനും. അമ്മയ്ക്കറിയാമോ, കഴിഞ്ഞ ദിവസം ജോലിയുടെ പേരിൽ സൽക്കരിച്ചതാ കുറേ ആൾക്കാരെ, കൂട്ടുകാരെ, 6000 രൂപ. ഇത് നമ്മളോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. കുറച്ച് ദിവസം മുന്നേ ഗൗരിക്ക് അതിൻ്റെ ബില്ല് കിട്ടിയപ്പോഴാണ് നമ്മൾ അറിയണേ. അവിടെ നിൽക്കട്ടെ, ഒന്ന് നന്നാവട്ടെ, ആരെയും പേടിപ്പിക്കുകയൊന്നും വേണ്ട. നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നേ? കുറേ ആയില്ലേ, അമ്മയ്ക്ക് അറിയാവുന്നല്ലേ എല്ലാം. ഇവിടെ ബാക്കിയുള്ളവർ ഓഫീസും വീടൊക്കെ ആയിട്ട് കിടന്ന് കഷ്ടപ്പെടുന്നത് ഇത്രയും കാലമായിട്ട് കണ്ട് മനസ്സിലാക്കാൻ ബാലുവിന് പറ്റിയില്ലെങ്കിൽ പിന്നെ എപ്പോൾ മനസ്സിലാക്കാനാ? എന്തരമ്മ, അമ്മയും കൂടെ ഇപ്പം ഇങ്ങനെ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ പ്രശ്നം മൊത്തം വഷളാവത്തല്ലേ ഉള്ളൂ. ഇപ്പം ചിലപ്പോൾ അച്ഛൻ അവിടെ അടിക്കാൻ വേണ്ടി അല്ലെങ്കിലോ പോയത്. ഉണ്ടായിടാ അവിടെ. നീ ഒരു കാര്യം ചെയ്ത് നീ അങ്ങോട്ട് നെയ്യാറ്റിങ്കര പോയെന്നില്ല നിൻ്റെ അച്ഛനെ സഹായിക്കാൻ വേണ്ടിയിട്ട്. കുറേ അഹങ്കാരങ്ങൾ കൂടിപ്പോയി. മാമന് ആവശ്യമില്ലാതെ ചൂടാവണ എന്തിനാ? ഒന്നില്ലെങ്കിൽ മാമൻ അച്ഛനെ കാണാൻ വേണ്ടി നെയ്യാറ്റിങ്കരയ്ക്ക് പോകും, അല്ലെങ്കിൽ ഫോൺ വിളിക്കും. ഇനി ഞാൻ അവിടെ ചെന്നിട്ട് വേണം വേറെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് ജംഗ്ഷനിൽ പോലും ഇറങ്ങാൻ പറ്റണില്ല. എല്ലായിടത്തും പറഞ്ഞിട്ട് പോയി കുടുംബം ഉപേക്ഷിച്ചിട്ട് പോവാണെന്ന്. അമ്മ ഇരിക്കണം, ഞാൻ ഒന്നും പറയാനില്ല. ഇത്രയും പ്രായമായിട്ട് അച്ഛൻ്റെ ഒരു പവറേ. അടിയാണെങ്കിൽ അടി, സ്നേഹമാണെങ്കിൽ സ്നേഹം, പ്രശ്നമാണെങ്കിൽ പ്രശ്നം. മോളൊന്ന് വിളിക്കാവേ. അമ്മ പറയണതിന് ഇത്രയും കാലമായിട്ട് എന്തെങ്കിലും അനുസരിക്കാണ്ടിരുന്നിട്ടുണ്ടോ? ഒരു പക്ഷേ എൻ്റെ അമ്മ പറയണത് ഞാൻ എല്ലാം അനുസരിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അമ്മ പറയണത് ഒരിക്കൽ പോലും ഞാൻ അനുസരിക്കാണ്ടിരുന്നിട്ടില്ല. പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്, പക്ഷെ പറയാണ്ടിരിക്കാൻ വയ്യ. അമ്മ, ഇതെനിക്ക് അനുസരിക്കാൻ പറ്റില്ല അമ്മ. എനിക്ക് അച്ഛൻ്റെ കാര്യം ഓർത്തിട്ട് അച്ഛനിപ്പോൾ എന്തോ കൊടുക്കുവാണെന്ന് എനിക്കറിയത്തില്ല. ഇനി അവനുമായിട്ട് അച്ഛൻ വല്ല വഴക്കമുണ്ടായോ ഒന്നും അറിയത്തില്ല എനിക്ക്. അങ്ങനെ ഇരിക്കട്ടെ, അച്ഛനും മോനും കൂടെ അവിടെ. ഞാനെന്ത് ചെയ്യാനേ എൻ്റെ ഇടയിൽ കിടന്ന്. മക്കളെയും അമ്മയോട് പറ ഒന്നുകൂടെ വിളിക്കാൻ. ചെല്ല്. ഒട്ടും വീലില്ല അല്ലേ? അല്ല, ചേച്ചി എന്തിനാണ് എൻ്റെ കൂടെ വന്നത്? ഞാൻ മിണ്ടാ പോയിട്ട് വരൂല്ലായിരുന്നോ? ആന്നായിരിക്കും നിന്റെ കൂടെ വന്നുകൂടെ? ഓ, അച്ഛനമ്മേനെ മാർക്കറ്റിൽ വിടാറില്ല, അതുകൊണ്ടായിരിക്കും നീ എൻ്റെ അടുത്ത് വരണ്ടെന്ന് പറഞ്ഞല്ലേ? അതൊന്നുമല്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. വെറുതെ ഇങ്ങനെ വെയിൽ കൊള്ളുണ്ടായിരുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട്. അത് അമ്മ മീൻ മേടിക്കാൻ പറഞ്ഞില്ലേ? എനിക്ക് നേരെ ചോയി നോക്കി മേടിക്കാൻ അറിയാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ വന്നേ. ആരും പറഞ്ഞു എനിക്ക് നേരെ നോക്കി മേടിക്കാൻ അറിഞ്ഞോളൂ? ഞാൻ അച്ഛൻ്റെ കൂടെ പോയിട്ട് പഠിച്ചിട്ടുള്ളതാണ് അതൊക്കെ. അതിൽ അച്ഛനറിയൂ? അച്ഛനറിയോന്നു? അതെന്ത് ചോദ്യം ചേച്ചി ചോദിച്ചേ? അവിടെ നെയ്യാറ്റിങ്കരല്ലേ, അച്ഛൻ വിഴിഞ്ഞത്ത് പോവല്ലോ ലേലം പിടിച്ച് മീൻ എടുക്കാനായിട്ട്. ഒരു ഗ്യാങ് തന്നെ ഉണ്ട്. പിന്നെ ഇല്ല, പെട്ടെന്ന് അച്ഛൻ്റെ കാര്യം ആലോചിച്ചേ. അച്ഛനെ എപ്പോഴും പോകുന്ന പോലെയല്ല ഇത്തവണ പോയേക്കുന്നത്. ആള് കുറച്ച് സീരിയസാ. എനിക്കെന്തോ പേടിയാണ്, അച്ഛനില്ലാത്തോണ്ട് എന്തോ പോലെ. ഇനിയിപ്പോ തീരെ നിവർത്തില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നെയ്യാറ്റിങ്കര പോയി അച്ഛനെ പൊക്കിക്കൊണ്ടുവരാം. ചേച്ചി, അച്ഛൻ ഈ തെറ്റൊന്നും ചെയ്ത് കാണത്തില്ലായിരിക്കും ഇല്ലേ? അതുകൊണ്ടായിരിക്കും അച്ഛൻ ഇത്രയും ദേഷ്യം പറഞ്ഞ. കേസുട്ടാ, ലച്ചുമോളെ എവിടെ പോണ്?
എന്തിനാ വഴി കൂടെ പോണവന്മാരുടെ ഫ്രണ്ടിൽ കൊണ്ട് വണ്ടി നിർത്തിക്കണേ? നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കണം. റോഡ് നിന്റെ തന്തയുടെ വകയൊന്നുമല്ലല്ലോ. റോഡ് ആരുടെയും തന്തയുടെ വക അല്ലല്ലോ. ഓ, മൊട്ടവാലിന്റെ മോൻ കേസ് ഇപ്പൊ ഭയങ്കര ഫേമസ് ആണല്ലോ. നമ്മളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഞങ്ങൾ ചേച്ചി ചത്തുപോയിന്ന്. പോലീസുകാരും കൊണ്ട് ചതച്ചിട്ടും അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ലല്ലേ? സമ്മതിച്ചില്ലെന്ന്. എടാ ഇറക്കാ, നിന്റെ അച്ഛൻ ഇവിടെ നിന്ന് ആട് വിട്ടുപോയിന്ന് കേട്ടൂല. ആ പാവത്തിന് എല്ലാരും കൂടി ഓടിച്ചാ നീ. ചേച്ചുവേ വന്നേ, വെറുതെ വളവളാന്ന് സംസാരിച്ചോണ്ടിരിക്കാതെ. ഓ പോ. ബാലു ഇവിടുന്ന് പോയി, ബാക്കിയുള്ളവരെ നമ്മൾ ഇവിടുന്ന് ഓടിച്ചേക്കാം. നമ്മൾ പേടിച്ചൊതുങ്ങിന്നൊന്നും വിചാരിക്കണ്ട. പണിയും എല്ലാത്തിനും ഞങ്ങൾ പണിയും, ഓർത്തോ. പണിഞ്ഞോ, നമ്മളും കാത്തിരിക്കും. നമ്മളും തിരിച്ചിട്ട് പണിയും. നീങ്ങ് പണിയാങ്ങ് വാ. കിട്ടുമെന്ന് പോലെ നീ വാടാ. എന്താണ്? ഓ ഇടിയുള്ള പോടെ ഇരിക്കാം. ആര് നിങ്ങൾ പോവാൻ നോക്ക്. എന്നിട്ട് ഇതിന് വല്ല ആശുപത്രിയിലും കൊണ്ടാ തൊണ്ട ശരിയാവട്ടെ. പറഞ്ഞിട്ടോണ എടാ കൊച്ചെറുക്കാ, നിന്റെ മുണ്ട് ഞാൻ പറയും. ഓ വൈ മുണ്ട് പറിക്കാം. വണ്ടി എടുക്ക്. അവൻ മിണ്ടാതെ അവിടെ ഇരിക്കട്ടെ. അവൻ ആരോടും മിണ്ടണ്ട. കാണിക്കുന്നതിനൊക്കെ ഒരു പരിധി വേണം. ഇവിടെ അതേ തള്ളയും ആ പിള്ളേരും കൂടെ എന്ത് വിഷമത്തിലാണെന്നറിയാവോ? നീ അവനോട് മിണ്ടാനൊന്നും നിൽക്കണ്ട. നീ പോയി കടയിൽ പോകാൻ നോക്ക് സുരേന്ദ്ര. നിന്നോട് പറയുന്ന കേൾക്ക്, നീ കടയിൽ പോ. ആ അത് മതി. പൊക്കോ. മിണ്ടോ എടുക്കോ എന്തെങ്കിലും ചെയ്യട്ടെ. അവൻ കഥ കടച്ച് അവിടെ തന്നെ അങ്ങനെ ഇരിക്കട്ടെ. എന്താ മക്കളെ, എന്താ കളിപ്പിക്കല്ലേ? എന്താ അല്പോ എന്ത് പറയാനാ മുമ്പേ, നമ്മള് നേരെ ചൊവ്വേ ജീവിക്കുന്നത് വിചാരിച്ചാല് സമ്മതിക്കാത്ത കുറെ പേരുണ്ടല്ലോ. നീ എവിടെ പോണ്? കുട്ടോമ മീൻ പിന്നെ അടുക്കള വെക്കണ്ടേ? കുട്ടോമ പൊന്നമ്മ ഭയങ്കര ശല്യമാണ് കേട്ടോ അവന്മാരെ കൊണ്ട്. എന്താ ആരാടാ? മറ്റേ ആ ഒരു കോഴിമോനുണ്ടല്ലോ, അവൻ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് ജയിലിൽ നിന്ന്. വെറുതെ മനുഷ്യനായിട്ട് വട്ട് കളിപ്പിക്കാൻ വേണ്ടി ഇപ്പൊ കണ്ടു വന്ന വഴിക്ക്. ആ ജോയിമാരുണ്ടല്ലോ, നമ്മളെ മാർക്കറ്റിൽ പോയിട്ട് തിരിച്ചു വരണ വഴിക്ക് വണ്ടി കൊണ്ടുവന്ന് ഓപ്പോസിറ്റ് അങ്ങ് വെച്ച് എന്നാ കുറുക്കാൻ, എന്നിട്ട് നമ്മളെ ഭീഷണിപ്പെടുത്തുന്നു. ഞാനും തിരിച്ചു പറഞ്ഞു എന്തൊക്കെയോ. അച്ഛൻ ഇവിടെ ഇല്ലെന്ന് അറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാ. അച്ഛൻ തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും. നാട്ടുകാരെ മുന്നിൽ ഓരോന്നെ വിളിച്ചു പറഞ്ഞ് നാണം കെടുത്താൻ മിടുക്കനാണല്ലോ. എന്താ പറഞ്ഞു? ഇവിടുന്ന് വിളിക്കിറങ്ങി എൻ്റെ സ്വഭാവം മാറും കേട്ടാ. മോനെ, നീ അവന്മാരോടും ചോദിക്കാനും പറയാനും നിൽക്കണ്ട. അവന്മാരൊക്കെ അങ്ങനെ നടക്കുന്ന അവന്മാരാ. അവന്മാരെക്കാളും ഇവിടെയുള്ള ആൾക്കാർ ചില സമയത്ത്. അത് പിന്നെ അങ്ങനെ നടന്നില്ലെങ്കിൽ ജീവിക്കാൻ പറ്റുമോ? ജനിച്ചപ്പോ തൊട്ട് ജീവിക്കുമല്ലോ, അതിജീവിക്കുമല്ലേ. ഒരു നാട്ടിൽ ചെന്നാൽ അവിടുത്തെ രീതി അനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം. അതിന് ചില വിട്ടുവീഴ്ചകളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യണം. അളിയൻ വിട്ടുവീഴ്ചയോടെ അല്ല, വെട്ടുവീഴ്ചയോടെയാണ് ജീവിക്കണം. അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ ഇതൊക്കെ കണ്ടല്ലേ വളർന്നത്. ഈ പാരമ്പര്യം ഉണ്ടല്ലോ, അതനുസരിച്ചാ. അവൻ്റെ തന്ത എന്താ വരുന്നു? വെട്ടൊന്ന് തുണ്ട് രണ്ട്. ഇതായിരുന്നു ഏത് കാര്യത്തിനും. ദൈവമേ, പഴയ കാര്യമൊക്കെ ഓർക്കുമ്പോൾ എപ്പോഴും എനിക്ക് പേടിയാകും. എന്താ വരുന്നു ആ കണക്കിന് അവനൊന്നും ചെയ്യുന്നില്ലെന്ന് വേണം പറയാൻ. ഓ, എനിക്കതൊന്നും ഓർക്കാൻ പോലും വയ്യ. അതുപോലെ തന്നെ ചേച്ചി, ഞാൻ കുറ്റം പറഞ്ഞല്ല. അളി അറിഞ്ഞുകൊണ്ട് ഒരു പ്രശ്നത്തിലും പോകുന്നില്ല. പക്ഷെ ചെറിയൊരു പ്രശ്നം വന്നാൽ വിടുകയില്ല. അതിൻ്റെ വരും വരായികളൊക്കെ ആലോചിക്കാതെ എല്ലാം എടുത്ത് ചാടും. അതുകൊണ്ടാണല്ലോ ഇവിടുത്തെ സാഹചര്യം മനസ്സിലാക്കാതെ എടുത്തിയാടി പോയത്. അത് എല്ലാവരും നിർത്തൂ. ഇനിയിപ്പോൾ ആരും അച്ഛനെ അധികം കുറ്റം പറയൊന്നും വേണ്ട. മാമൻ എപ്പോഴെങ്കിലും അച്ഛനെ നല്ല കാര്യം പറഞ്ഞിട്ടുണ്ടോ? എപ്പോഴും അച്ഛനെ കുറ്റം മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ എല്ലാവരുടെ ചുറ്റിനും കൂടി അച്ഛനെ കുറ്റം പറയണം. ആ മനുഷ്യൻ അവിടെ നിന്ന് എത്ര സങ്കടപ്പെടുന്നുണ്ടാവും, ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും. ഞാൻ പറയുമ്പോഴാണ് കുറ്റം എപ്പോഴും. ഓ, അച്ഛനെ കുറ്റം പറഞ്ഞപ്പോഴേ അവന് ഇഷ്ടപ്പെട്ടില്ല. അച്ഛനായാലും ആരായാലും തെറ്റ് കണ്ടാൽ തെറ്റെന്ന് തന്നെ പറയണം. ഒരു കുടുംബം കൊണ്ടുപോകണമെങ്കിലേ അതിൻ്റേതായ ചില കഷ്ടപ്പാടൊക്കെ ഉണ്ട്. ആഹാ, കഷ്ടപ്പാട് ആർക്കും കാണുകയും വേണ്ട, അതിനിട്ടൊരു വിലയില്ല. നിനക്ക് വില വരുന്നൊരു കാലം ഉണ്ടാവും, അതുവരെ ഇങ്ങനെ പോട്ടെ. ചക്ക, നിനക്ക് എന്താ? ഒന്നാമത് അമ്മ വിഷമിച്ചിരിക്കുകയാണ്, അതിന്റെ ഇടയിൽ കൂടെ ഓരോന്ന് സാഹചര്യം മനസ്സിലാക്കി സംസാരിക്കണം കേട്ടോ. എന്ത് നോക്കണേ? അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ അവനവന് കൊള്ളാം. എടാ, അമ്മ കേൾക്കാൻ വേണ്ടി പറയാണ്. പിന്നെ അളിയൻ്റെ മേളിലാണ് ഇപ്പം ഇവൻ. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്നും അല്ല ഉണ്ടാകണത്. അങ്ങനെയൊന്നും അല്ല അമ്മൂമ്മ, ഇവരായിട്ട് അങ്ങനെ പ്രശ്നത്തിനൊന്നും പോകാറില്ല. ഇവരുടെ കൂടെയുള്ള കുറെ കൂട്ടുകാരുണ്ടല്ലോ, അവർ ഓരോ പ്രശ്നം ഉണ്ടാക്കുമ്പോഴത്തേക്കും നേരാണോ ശരിയാണോ എന്നൊക്കെ നോക്കാതെ ഇവൻ പോയി ചാടും. അതാണ് പ്രശ്നം, അല്ലാതെ വേറെ ഒന്നുമല്ല. പിന്നെ അച്ഛനെ പോലെ
ഇച്ചിരി എടുത്തുചാട്ടം കൂടുതലാണ്. ഇപ്പൊ പക്ഷെ വലിയ മാറ്റമൊക്കെ ഉണ്ട്. ഇപ്പൊ അങ്ങനെ പഴയതുപോലെ ഒന്നുമില്ല. എടുത്തിയേട്ടൊന്നും എടുക്കാതിരുന്നാൽ അവന് തന്നെ കൊള്ളാം. കേട്ടോടാ, നീ കേൾക്കാനായി പറയുന്നത്. ഓ കേൾക്കുന്നുണ്ട്. ആ നീ അങ്ങ് മയത്തിലങ്ങ് പറഞ്ഞു. അതെ. അല്ല, കാര്യം പറയുമ്പോഴത്തേക്ക് അമ്മ എന്തെങ്കിലും കഴിച്ചായിരുന്നോ അമ്മ? ഇല്ല, ഞാനൊരു 2 ദിവസത്തിനുള്ളിൽ ഞാൻ വരാം. ഇല്ല, അത് നമുക്ക് വന്നിട്ട് തീരുമാനിച്ചാ പോരെ? ആ ശരി എന്നാ. ഒരു പണിയും ഇല്ലേ? ഇതൊക്കെ തന്നെ പണി. ഓ നല്ലതാ, ശരിയാക്കി തരാം. പോടാ. എന്താണ് അവിടെ കയറി പോയത്? അവളങ്ങനെ വെറുതെ കയറി പോകുന്നതല്ല. വരുന്നുണ്ടെന്നാ. ഇപ്പൊ മനസ്സിലായി അവള് കയറി പോയുണ്ട്. എന്താണിത്? കുറച്ച് ആൾക്കാർ ഇവിടെ ഇരിക്കുന്നു, അതാണിത്. മറ്റേ ബാക്കിയുള്ളവർ നിൽക്കുവാണല്ലോ, താൻ മാത്രം ഇരിക്കണമല്ലോ. രാജാവ് എപ്പോഴും ഇരിക്കുള്ള. തേങ്ങ. എൻ്റെ പൊന്ന് ജോയിമോൻ അണ്ണ, പണ്ട് ഓരോ പ്രശ്നമൊക്കെ ഉണ്ടായി, അതങ്ങനെ അങ്ങ് കഴിഞ്ഞ് നമ്മളതൊക്കെ വിട്ട് നമുക്കിതിന് പിന്നെ അതിൻ്റെ വാല തൂങ്ങി പിടിക്കാനുള്ള താല്പര്യമില്ല. എനിക്ക് താല്പര്യമുണ്ട്. പണി കിട്ടിയത് മുഴുവൻ നമുക്കാണല്ലോ. എത്ര നാളകത്ത് കിടന്നു? ജാമ്യം എടുക്കാൻ തന്നെ എത്ര കാശാണ്? ഓ അത് കയ്യിലിരിപ്പിന്റെയാ. കയ്യിലിരിപ്പ് നല്ലതായിരുന്നെങ്കിൽ ജയിലും കിടക്കൂലായിരുന്നു, കയ്യിലെ കാശും പോകില്ലായിരുന്നു. എടാ ഇന്ന് കറുത്താവ് എങ്ങനെയാണോ? അതെന്താ ചോദിച്ചോട്ടെ അങ്ങനെ ചോദിച്ചേ? അല്ല, ഞാഞ്ഞൂളും തല വെക്കണേ. അല്ല ജോയ്മോനെ, നിങ്ങൾ ഇവിടെ ഉള്ളവര് നമ്മളെവിടെ നിന്നോ വന്നവര് അല്ലേ? അല്ല, നിങ്ങൾ ഇവിടെ ഉള്ളവര് ഞങ്ങൾ എവിടുന്നോ വന്ന് ഇവിടെ താമസിച്ചവര് എന്നാണല്ലോ നിങ്ങളുടെ ഭാവം. ശരി, ആയിക്കോട്ടെ. ഇപ്പൊ നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ? വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. ഇനി ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങള് പ്രശ്നം ഉണ്ടാക്കും. ഞങ്ങള് പ്രശ്നം ഉണ്ടാക്കും. കേക്ക് പറയണമെന്ന് കേക്ക്. ജോലിയും കൂലിയും ഇല്ലാതെ നിങ്ങൾ നിൽക്കുകയല്ലേ? എന്തെങ്കിലും പണിക്ക് പോ. എന്തെങ്കിലും പണി പോ, ആണ് നല്ലത്. ഞാനൊരു ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെ. അപ്പോൾ അവിടെ പർച്ചേസിങ്ങിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ഒരു വണ്ടി വാങ്ങുന്നുണ്ട്. അപ്പോൾ നിനക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ നീ വാ. ഉണ്ടാ? ലൈസൻസ് ഉണ്ടാ? ഓ പിന്നെ ഉണ്ടാ. അപ്പം വാ, നിനക്കാകുമ്പോൾ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ അറിയാമല്ലോ. ഓ എല്ലാ സ്ഥലങ്ങളും അറിയാം. അപ്പോൾ ജോലിയായി മാന്യമായിട്ടൊരു ശമ്പളം കൊടുക്കുക അല്ലേ? തള്ള ജോലിയേട്ടന് ജോലി കൊടുക്കുന്നു വണ്ടി ഓടിക്കാൻ. എന്റെ മാമന് വേറെ ഒരു പണിയില്ലേ? ഇവറ്റകളൊക്കെ തെണ്ടി ജീവിച്ചാലും ജോലി ചെയ്ത് ജീവിക്കുന്നു എനിക്ക് തോന്നുന്നുള്ള. തോട്ടിട്ടുണ്ടെങ്കിൽ നിന്നെ കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കും ഞാൻ. സമയം അറിഞ്ഞ് കളിക്കാൻ വന്നിരിക്കുകയാണല്ലേ? നീ എന്താ വിചാരിച്ചത്? ബാലിയുടെ ഇല്ലാന്ന് വിചാരിച്ച് എന്തു ആവാന്നല്ലേ? പിള്ളേരാരെങ്കിലും ഒന്ന് തൊട്ടു നോക്ക്, വരും ഇങ്ങോട്ട്, നിന്റെ തലർത്തോണ്ട് പോകും. എടാ, നിങ്ങൾ കൊച്ചു പിള്ളേരല്ലേ, എന്തിനാ വല്ലവരുടെ അടിയും കൊണ്ട് നടക്കുന്നത്? ജോയേട്ടൻ കൊച്ചു കുഞ്ഞൊന്നുമല്ല, ജോയേട്ടന് നല്ല പ്രായമുണ്ട്. കണ്ടാ പാലുകൂടി മാറിയിട്ടില്ലെന്നേ തോന്നുന്നു. എടാ വാടാ ശ്രീകുട്ടാ, നീലൊക്ക, നിങ്ങൾ ഓർത്ത് വെച്ചോ, ഇവിടുന്ന് കെട്ടിച്ചിരിക്കും ജോയ്മോനെ പറയുന്നത്. എടാ, നീ കെട്ടും കെട്ടി ശബരിമലയ്ക്ക് വല്ലതും പോകും, നിന്റെ തലയ്ക്കൊരു വെളിവുണ്ടാകട്ടെ. എടാ വാടാ, പ്രായമായ തള്ളമാരോട് സംസാരിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. വാടാ. എടാ, നീ മേടിച്ചെന്ന് തള്ളയോടും സംസാരിക്കത്തില്ലേ? പോടാ അങ്ങോട്ട് കണ്ട്. അതാണ്ട് കൂടെ ഉള്ളവൻ്റെ നെഞ്ചൊക്കെ ഇടിച്ച് കലങ്ങി കൊണ്ട് ആശുപത്രിയിലെ വൈദ്യശാല കൊണ്ട് കാണിക്കും. ശ്രീകുട്ടാ, നീ ഓർത്ത് വെച്ചോ, എന്റെ പേര് ജോയ്മോൻ എന്നാണ്. ഞാൻ തിരിച്ചു വന്നിരിക്കും. ശരി. എത്ര തവണ പറഞ്ഞിട്ട് പോടാ ഈ പേര്? കേശു, ആ മുണ്ടെടുത്ത് കൊടുക്കും. നല്ലൊരു മുണ്ടായിരുന്നു, അതും പച്ചൻ വരുമ്പോ എന്നെ വല്ലതും വിളിച്ചു. സുഷ്മ, നീ എനിക്ക് അയച്ച മെയിലില്ലേ, അതിനകത്ത് കുറേ റിപ്പീറ്റേഷൻ ഉണ്ടല്ലോ, ശരിയാക്കാന്നാ? അത് കൊള്ളാല്ല. ഇതിപ്പോൾ ഞാൻ പറഞ്ഞോണ്ടല്ലേ നീ അറിഞ്ഞത്, അല്ലെങ്കിൽ ശ്രദ്ധിക്കുമായിരുന്നാ? അല്ലെ അങ്ങനെ തന്നെ അങ്ങോട്ട് അത് ഫോർവേഡ് ചെയ്യുമായിരുന്നു അല്ലേ? ഈ സോറി പറഞ്ഞ എന്താ കാര്യം എന്നേ? ചെയ്യേണ്ട ജോലി മര്യാദക്ക് വൃത്തിയായിട്ട് ചെയ്യാൻ പഠിക്കേ, ശ്രദ്ധിച്ച്.
ശരി, മേലെ ആവർത്തിക്കല്ലേ. അമ്മ എന്തിനാ ആ സുഷമാൻ്റെ അടുത്ത് റൂഡായിട്ട് സംസാരിക്കണം? സുഷ്മേൻ്റെ ഫ്രണ്ട് തന്നെയാണ്, പക്ഷെ ഞാനേ അവിടുത്തെ മാനേജർ കൂടിയാ. അമ്മ രാവിലെ തൊട്ട് മൂഡ് ഓഫ് ആണല്ലേ? മോർണിങ്ങിനൊക്കെ കാണിക്കാൻ അമ്മ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. അമ്മ അമ്മ എന്ത് അച്ഛൻ വിളിച്ചിട്ട് എടുക്കണില്ല. റിങ് ചെയ്ത് നിൽക്കണ്. സാധാരണ ഞാൻ വിളിച്ച അച്ഛൻ എടുക്കണേയാണ്. നിന്റെ അച്ഛൻ ഫോൺ എടുക്കണില്ലെങ്കിൽ ഞാനെന്ത് വേണം? എന്നാ പിന്നെ അമ്മയ്ക്കൊന്ന് വിളിച്ചു പോയിക്കൂടെ? നിനക്ക് വേണമെങ്കിൽ നീ വിളിക്ക്, ഇറങ്ങിപ്പോയതല്ലേ ഇവിടുന്ന്. എന്നാ പിന്നെ എല്ലാവരെയും വാശിയും വെച്ചോണ്ടിരിക്കും. എന്താ ഇവിടെ നീ വല്ലതും കഴിച്ചാ? ഒന്നും കഴിയണമല്ലേ, ഒരു ദിവസം കഴിച്ചില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. മുമ്പ് നടക്ക്. എന്ത് പാടി കൊച്ചേ, ഞാനവിടെ ഒന്ന് കിടക്കുവായിരുന്നേ, പിടിച്ച് വലിച്ചോണ്ട് വരുന്നു. കിടക്കുവായിരുന്നു അവിടെ. എന്താണ് എല്ലാവരും കൂടെ മുഖം വലിച്ചു കയറ്റി വെച്ചോണ്ടിരിക്കുന്നത്? പോയതുപോലെ തിരിച്ചു വരും, അല്ല എന്താ പറയാൻ? അല്ലേ പിന്നെ അമ്മ ഇവിടുന്ന് അങ്ങോട്ട് പോകണം. എന്തോന്ന് വെച്ചാൽ നീ പറയണേ? ഞാൻ ലീവ് എടുത്തിട്ട് നിന്റെ അച്ഛൻ്റെ പുറകെ പോകാനല്ലേ? കൊള്ളാം. എൻ്റെ അച്ഛൻ ഓരോന്നൊക്കെ ഇവിടെ കാണിച്ചു കൂട്ടിയായിരുന്നു, അതിനൊപ്പം ഞാൻ കൂട്ടുനിന്ന്. അതിനെയാണ് ഞാൻ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കണേ. ഇപ്പം ഞാൻ ലീവ് എടുത്ത് കൂട്ടാൻ പോയെന്നിരിക്കട്ടെ, അവിടെ നിന്ന് അപ്പം വേഗം കെട്ടി എടുത്ത് വേറെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടാവും. എൻ്റെ അച്ഛൻ്റെ പുറകെ ഓടുന്ന വണ്ടിയൊന്നുമല്ല ഞാൻ. ഒന്ന് നിർത്തുമോളെ, അവൻ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഇങ്ങനെ പോകുന്നത്. ഇത്രയും സഹിക്കാമെങ്കിൽ ഇനിയും സഹിക്കാം. എന്നാൽ സഹിക്കില്ല എന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്, പുറകെ ഓടാൻ വയ്യമ്മ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ. ഓ, നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലേ ഞാനൊരു അഭിപ്രായം പറയാൻ വന്നില്ല. ഞാനൊന്ന് പോയി കിടക്കട്ടെ. മുമ്മ അവിടെ ഇരിയാ മുമ്മേ. എല്ലാവരും ഇങ്ങനെ ദേഷ്യം പിടിച്ച് പോയിക്കാൻ എങ്ങനെ ശരിയാവും? ഇപ്പം ആര് ദേഷ്യം കാണിച്ചാലും ദേഷ്യം കാണിച്ചില്ലെങ്കിലും ചിലരിങ്ങനെ പോവും. 6 60. എല്ലാവരും കൂടെ അറിയിച്ച് നാണം കിടണ്ട. എന്തായാലും ഞാനങ്ങ് വീട്ടിൽ പോകാൻ പോവുക. എനിക്ക് അയ്യോ അല്ല അമ്മൂമ്മ ഇപ്പം ഇറങ്ങി കഴിഞ്ഞാൽ ബസ്സിനാണെങ്കിലും ട്രെയിനിലാണെങ്കിലും അങ്ങ് എത്തുമ്പോൾ നൈറ്റ് ആവൂല്ലേ? ഓ, അതൊന്നും കുഴപ്പമില്ല. അവിടെ ചെന്ന് രാത്രി ആയാലും കുഴപ്പമില്ല. സുരേന്ദ്രനെ വിളിച്ചാൽ മതി, അവൻ എന്നെ ഒന്ന് കൊണ്ടുപോയിക്കോളൂ. മുമ്മയ്ക്ക് എന്താ 2-3 ദിവസം കഴിഞ്ഞിട്ട് പോവാ. അമ്മൂമ്മ ഇവിടെ നില്ലേ, അപ്പൊ അച്ഛൻ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ, നമുക്ക് അറിയാലോ. അമ്മൂമ്മ ഇവിടെ നിൽക്കുവാണെങ്കിൽ അച്ഛൻ വരും, ഉറപ്പാ. എന്തായാലും അവൻ മരുവോ പോവോ എന്തേലും ചെയ്യട്ടെ. എന്തായാലും ഞാൻ പോവുക. അമ്മ വെറുതെ വാശി കാണിക്കില്ലേ. അമ്മ ഇപ്പോൾ അകത്ത് പോയി കിടക്ക്, ചെല്ല്. പോണ ആരുമല്ലേ, അത് ഞാൻ പറയാം. അമ്മ എന്ത് പറഞ്ഞാലും അമ്മൂമ്മ കേൾക്കുമല്ലേ? പക്ഷെ അമ്മയുടെ അമ്മ തലതിരിച്ചേ കേൾക്കുള്ളൂ. കട്ടക്കലിപ്പ ഉറപ്പല്ലേ? അച്ഛനാണ് അച്ഛൻ. കുമാരനാ പറയണ. ഓ ആഹാ, ശരി അണ്ണ, വരട്ടെ, അപ്പൊ നോക്കാമല്ലോ അല്ലേ? ശരി അണ്ണ, ശരി. ലച്ചേച്ചി എന്നെ ഇപ്പൊ കുമാരനെ വിളിച്ച്. എന്നെ ജീനുവിനൊക്കെ പണിക്കൊണ്ടുവന്ന പുള്ളിയല്ലേ കുമാരനായി, പുള്ളി വിളിച്ച്. മാമ അവിടെ. വിളി 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 മാമനെ വിളി. എന്താടാ നിനക്ക് കാര്യം പറ. കുമാരനെ മറ്റേമാരെ കണ്ടായിരുന്നു. മാമ ഒന്നിങ്ങോട്ട് വരുമോ ഹോളിലേക്ക്? ആ കേശു എന്താ പറയാനുണ്ടെന്ന്. ആ ജോയി മോനെ സംഘത്തെ അമാര് കുമാരനെ പിടിച്ച് വരട്ടി വിട്ടെന്ന്. വരട്ടി വിട്ടോ? ഓ, ബാക്കി കാര്യമുണ്ട്, ഞാൻ പറയാം. മാമ എന്നെ ഇപ്പൊ അമാരെ വിളിച്ചായിരുന്നു. അമാരല്ല, കുമാരനെ വിളിച്ചായിരുന്നു. നമ്മുടെ ജോയി മോനെ സംഘമില്ലേ, അമാരെ പുള്ളി കണ്ടായിരുന്നു. അവിടെ സ്ഥിര സംഘത്തിരുന്ന് വെള്ളം അടിക്കണ്. അപ്പൊ ആ സമയത്ത് അവന്മാരും പുള്ളിയും കണ്ട്. അവർക്കറിയാം പുള്ളിക്ക് എന്നെ അറിയാമെന്ന്, മനസ്സിലായേ? അപ്പൊ ആ പുള്ളിയെ അവന്മാരെ വിളിച്ചിട്ട് വരട്ടി വിട്ട്. മാമ നമ്മുടെ കാര്യം പറഞ്ഞാണ് വരട്ടി വിട്ട്. നമുക്കെന്ത്? മാമ നമ്മൾ ഒരുത്തിനിട്ട് കൊടുത്തില്ലേ, അതിന്റെ പ്രതികാരം ചെയ്യാൻ വരുമെന്ന്. പ്രതികാരം ചെയ്യട്ട് മാമ. അല്ല പിന്നെ ഞാൻ എന്തോന്ന് പറയാൻ? നീ മുണ്ടൂരി അടിച്ചിട്ടില്ലേ, അതാണ് വിഷയമായത്. പിന്നെ ഏതോ ഒരു അലവലാതി എന്റെ ചേച്ചിയെ കയറി എടി പന്നാന്നൊക്കെ വിളിച്ചാൽ ഞാൻ പിന്നെ നോക്കിക്കൊണ്ടിരിക്കുക.
അവന്മാർ വരുമെന്ന് പറഞ്ഞാൽ ചുമ്മാ ആയിരിക്കും അല്ലേ? ഉമ്മ ഒന്നും ആയിരിക്കില്ല, അമ്മമാര് വരും. എന്താണ്? അല്ല മറ്റേ അവന്മാർ അവിടെ വെള്ളം ഒഴിച്ചോണ്ട് എന്തൊക്കെ പ്ലാൻ ചെയ്യണമെന്ന്. അവന്മാർ പ്ലാൻ ചെയ്യട്ടെ, നമുക്കെന്ത് വേണം? അതല്ല അമ്മ, അവന്മാര് ഇരുട്ടി വിളിക്കുന്നതിന് മുന്നേ പ്രതികാരം ചെയ്യാൻ വരുമെന്ന്. അവന്മാരെന്താ ഫോൺ വിളിച്ച് പറഞ്ഞാ? ഇല്ല, കുമാരനെ വിളിച്ചോ? ഓ, അവന്മാർ വരണമെങ്കിൽ വരട്ടെ. വന്നു കഴിയുമ്പോൾ നമുക്ക് അവന്മാരെ വിളിച്ചിരുത്തി കട്ടൻ ചായയും ഇട്ട് നുറുക്കും കൊടുത്ത് പറഞ്ഞേക്കാം. മോളെ നീ എന്തോ പറയുന്നത്? അവന്മാർ ഭയങ്കര പ്രശ്നക്കാരാ, നമുക്ക് പോലീസിനെ വിളിച്ച് പറയാം. അമ്മ, നമ്മൾ ഈ അനങ്ങണേന് പോലീസിനെ വിളിക്കാൻ തന്നാൽ പോലീസുകാർക്ക് ഇത് മാത്രമുള്ള പണി, അവർക്ക് കുറേ പണിയുണ്ട്. ഇവന്മാർ ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എൻ്റെ കോളേജിൽ നമ്മുടെ പിള്ളേരുണ്ട്, നമ്മുടെ ടീമാണ്, എന്ത് പറഞ്ഞാലും കൂടെ വെക്കും. വിളിക്കണോ? യേശു, വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നത്തിനൊന്നും പോവല്ലേ. നമുക്കൊരു മുൻകരുതലായിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ? പിന്നെ ഞാൻ സാധാരണ പറയും പോലെ പറയല്ല, അവന്മാർ വരണമെങ്കിൽ വരട്ടെ. എന്തായാലും നമ്മളായിട്ടൊരു പ്രശ്നത്തിന് അങ്ങോട്ട് പോകാൻ നിൽക്കണ്ട. പാല് വന്നാൽ ഇവിടെ പോയിക്കല്ലേ. പോയാ പിന്നെ പോയില്ലേ? പറയൂ ചിന്നി, അവർ വരുമ്പോൾ എന്തോന്ന് ചെയ്യും? എന്ത് ചെയ്യാനാ? അവരെ വിളിച്ചിരുത്തി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. എന്തൊക്കെയാണെങ്കിലും അവർക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ലല്ലോ. എനിക്ക് തോന്നണല്ലോ മനസ്സിലാകാം. എനിക്ക് ഉറപ്പുണ്ട് അവർക്ക് മനസ്സിലാവുമെന്ന്. കുറച്ച് നാളേ ഇവിടെ ഇല്ലാന്ന് വിചാരിച്ചു, അവന്മാർ വിചാരിച്ചു നമ്മളങ്ങ് ഉണ്ടാക്കി കളയാം. ആ ബാലും കൂടെ വേണമായിരുന്നു, അയാൾക്ക് ഇട്ടോളാം. ഞാൻ ഊങ്ങി വെച്ചിരിക്കുവോ. അവനുള്ളത് പിന്നെ കൊടുക്കടാ. അതെന്താ ഗേറ്റ് കടച്ചിട്ടാണ് ഇവര് പതിവില്ലാതെല്ലാം. വല്ല കല്യാണത്തിന് പോയേക്കാണ്. അങ്ങനെ വരാൻ വഴിയില്ല, ഗേറ്റ് തുറന്ന് കയറിയാലേ കളിയാ. രണ്ട് പടക്ക പൊട്ടിച്ചപ്പോഴത്തേക്ക് ഓടിക്കളഞ്ഞു. പേടിച്ച് ഓടിയാവുമായിരുന്നു. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.